Welcome to BSc Main Physics, Semester 4, class number 56, Classical Mechanics paper, Special Theory of Relativity, and today we see two examples, evidences of relativistic variation of mass and some problems. Classical Mechanics, evidence of relativistic variation of mass, examples of relativistic variation of mass, and this is for semester 4 BSc Main Physics students, class number 56. So this is the first question. The heading is examples for relativistic variation of mass. Examples for relativistic variation of mass. Question: give two examples in which mass is found to vary with velocity. Give two examples in which mass is found to vary with velocity. വെലോസിറ്റിക്ക് അനുസരിച്ച് വെലോസിറ്റി വെച്ച് മാസ് മാറും എന്ന് കാണുന്നതിന് രണ്ട് എക്സാമ്പിൾ പറയുക, അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസിന് രണ്ട് എക്സാമ്പിൾ കൊടുക്കുക. അപ്പോൾ രണ്ട് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് എക്സാമ്പിൾ ബീറ്റാർ എക്സ്പെരിമെൻ്റ് ആണ്. ബീറ്റാർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ബീറ്റാർ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഈ ബീറ്റ പാർട്ടിക്കിളിന് ഇലക്ട്രോണിന് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. യു സീ ദ ഫസ്റ്റ് വെരിഫിക്കേഷൻ of increase in mass with velocity comes in the work of Kaufman, Kaufmann, Kaufman in 1906, and Bucher, Bucher, Bucher in 1909. While studying beta ray emission from a radioactive material, they found beta ray when velocities were comparable with the velocity of light, their masses were found to increase. Masses were found to increase. That found to increase എന്നുള്ളത് അവിടെ വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് ചേർക്കണം. Masses were found to increase. അതാണ് എക്സാമ്പിൾ. അപ്പോൾ ഈ റിലേറ്റിവിസ്റ്റിക് വേരിയേഷന് രണ്ട് എക്സാമ്പിൾ ചോദിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ ബീറ്റാർ എക്സ്പെരിമെൻ്റ് ആണ്. അത് ആദ്യമായിട്ട് ചെയ്തത് ഈ കൗഫ്മാൻ 1906 പിന്നെ ബുച്ചർ 1909 റിപ്പീറ്റ് ചെയ്യും. അവർ കണ്ടുപിടിച്ചത് ഈ റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസിൽ നിന്ന് ബീറ്റാ പാർട്ടിക്കിൾ ഇലക്ട്രോൺസ്, ഈ ബീറ്റാ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ അതിന് ഹൈ സ്പീഡുണ്ട്. അന്നേരം അവയുടെ മാസ് മെഷർ ചെയ്തപ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രോണിൻ്റെ മാസിനേക്കാൾ കൂടുതലായിട്ട് കണ്ടു. ഇലക്ട്രോൺ മാസ് നമുക്കറിയാമല്ലോ 9.1 × 10⁻31. അതിനേക്കാൾ കൂടിയ മാസ് ബീറ്റ എമിഷനിലെ ബീറ്റ പാർട്ടിക്കിൾ കാണാൻ സാധിച്ചു. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ദ ഫസ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് ഇൻക്രീസ് ഇൻ മാസ് വിത്ത് വെലോസിറ്റി കംസ് ഇൻ ദ വർക്ക് ഓഫ് കൗഫ്മാൻ in 1906 and Bucher in 1909. While studying beta emission from radioactive material, they found beta ray when velocities were comparable with the velocity of light, their masses were found to increase. Found to increase ഒന്ന് ആഡ് ചെയ്യണം അവിടെ. Found to increase, were found to increase. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്, എവിഡൻസ് ആണ്. ഇനി നമ്മൾ വായിക്കുന്നത് എക്സാമ്പിൾ 2 പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ കേട്ടുകയാണ് സൈക്ലോട്രോൺ, ബീറ്റാട്രോൺ, സിങ്ക്രോട്രോൺ, സിങ്ക്രോസൈക്ലോട്രോൺ, അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഉണ്ട്. ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ, പ്രോട്ടോൺസ് ഒക്കെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഡിവൈസുകൾ, ഇൻസ്ട്രുമെൻറ്റുകൾ. അത്തരം ഇൻസ്ട്രുമെൻറ്റിൽ ഇത്തരം മാസ് വേരിയേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എക്സാമ്പിൾ 2 particle accelerator experiment. The increase in mass with the velocity has been tested in particle accelerator such as synchrotrons. സിങ്ക്രോട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾ ആക്സിലേറ്ററിൽ ഈ പാർട്ടിക്കിളുടെ മാസ് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണാൻ സാധിച്ചു. സിങ്ക്രോട്രോണിലാണ് കണ്ടത്. സിങ്ക്രോട്രോൺ അല്ലെങ്കിൽ സിങ്ക്രോസൈക്ലോട്രോൺ.
സൈക്ലോട്രോണിൻ്റെ മോഡിഫൈഡ് ഫോമാണ് സിങ്ക്രോട്രോണും സിങ്ക്രോസൈക്ലോട്രോണും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കണം. It has been found that electrons and protons accelerated in these machines to velocities close to the velocity of light acquire masses exactly as given by the relation m is m0 by root of 1 minus v square by c square. അപ്പോൾ സിങ്ക്രോട്രോണിൽ നമ്മൾ പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ കണ്ടത് അവയുടെ മാസ് ഈ കാണുന്ന ഇക്വേഷൻ m(m0/√(1 - v²/c² എന്ന മാതൃകയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടത്. അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. അപ്പോൾ രണ്ട് എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. ഒന്ന് ബീറ്റാ എമിഷനിൽ കാണുന്ന ബീറ്റ പാർട്ടിക്കിളുടെ മാസ് ഇൻക്രീസ്, രണ്ടാമത്തത് ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിൽ കാണുന്ന മാസ് ഇൻക്രീസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് അത് വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ ഗീവ് 2 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 1 എക്സാമ്പിൾ ചോദിക്കും, വേറൊരു ക്വസ്റ്റ്യൻ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ താഴെ കൊടുക്കുന്നതാണ്. ഷോ ദാറ്റ് എ പാർട്ടിക്കിൾ ഓഫ് 0 rest mass മൂവ്സ് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അതായത് റെസ്റ്റ് മാസ് 0 ഉള്ള അത് ഫോട്ടോണാണ് എക്സാമ്പിൾ. ഈ ഫോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിൾ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ആ വേഗത്തിൽ പോകുന്നു, ഇത് തെളിയിക്കുക. അത് നമുക്ക് m(m0/√(1 - v²/c² എന്നുള്ള റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ മാസ് വെച്ച് തെളിയിക്കാവുന്നതാണ്. ഷോ ദാറ്റ് എ പാർട്ടിക്കിൾ ഓഫ് 0 rest mass moves with the speed of light in vacuum. Answer is given below. You see the answer. m is m0/√(1 - v²/c². Given rest mass m0 is equal to 0. The above equation we can write as √(1 - v²/0. c² is m0/m. m0 is 0, so we put 0 in the place of m0. We get √(1 - v²/c² is equal to 0. √(1 - v²/c² is 0. That is 1 minus v²/c² is 0. Square ചെയ്യുമ്പോൾ 0 square is 0. Take 1 or v²/c² to right side. That is plus v²/c² is 1. That is v² is c². v is equal to c. That is the answer. അപ്പോൾ m0 എന്നുള്ളത് 0 എടുത്താൽ നമുക്ക് v is equal to c എന്ന് കിട്ടും. അതായത് റെസ്റ്റ് മാസ് 0യിലുള്ള പാർട്ടിക്കിൾസ് ഈ c വേഗത്തിലാണ് പോകുന്നത്. Particles with a 0 rest mass moves with a speed equal to speed of light. ഇനി നമ്മൾ 1-2 പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. m is m0/√(v² - c² എന്നുള്ള റിലേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ റിലേഷൻ m is m0/√(1 - v²/c². A particle is moving with a velocity with a speed of 0.5 c. Calculate the ratio of rest mass and the mass while in motion. അപ്പോൾ വെലോസിറ്റി v ഉണ്ട്, 0.5 c ആണ്. നമുക്ക് ഈ റെസ്റ്റ് മാസിൻ്റെയും മാസ് വൈൽ മോഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് m0/m കണ്ടുപിടിക്കാനാണ് ചോദ്യം, റേഷ്യോ കണ്ടുപിടിക്കാനാണ്. എന്താണ് നമ്മുടെ റിലേഷൻ? അവർ റിലേഷൻ ഈസ് m is m0/√(1 - v²/c². That is m/m. We can initially find m0/m, and after that we can take reciprocal. That is m0/m is √(1 - v²/c². That is √(1 - v is 0.5 c. 0.5 c by c the whole square. That is √(1 - 0.25, √(0.75, 0.8660. So take that is m0/m. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? we have to find m0/m. m0/m ആണ് കാണേണ്ടത്. കാൽക്കുലേറ്റ് ദി റേഷ്യോ റെസ്റ്റ് മാസ് ടു ദി മാസ് വൈൽ മോഷൻ ആണ്. അപ്പോൾ m0/m ആണ്. അപ്പോൾ m0/m തന്നെയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. m0/m is equal to 0.8660.
അടുത്ത പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ നമ്പർ ഇവിടെ വ്യക്തമല്ല, നമ്പർ എഴുതിക്കൊള്ളാം. ഇതാണ് പ്രോബ്ലം. അറ്റ് വാട്ട് വെലോസിറ്റി ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ബി ത്രൈസ് ഇസ് റെസ്റ്റ് മാസ്. അറ്റ് വാട്ട് വെലോസിറ്റി ദ മാസ് ഓഫ് എൻ ഇലക്ട്രോൺ ഈസ് ത്രൈസ് ഇസ് റെസ്റ്റ് മാസ്. ഏത് സ്പീഡിലാണ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ് അതിൻ്റെ റെസ്റ്റ് മാസിൻ്റെ 3 മടങ്ങ് ആകുന്നത്? ത്രൈസ് ഇസ് റെസ്റ്റ് മാസ്. So the relation is m is equal to m0 by root of 1 minus v square by c square. Here m is equal to 3m0, thrice. m is equal to 3m0 given. We have to find v. You put the values in the equation. 3m0 is equal to m0 by root of 1 minus v square by c square. m0 cancels, root of 1 minus v square by c square, cross multiply, is 1 by 3, 1 minus v square by c square, squaring, 1 by 9, 1 by 9, v square by c square is 1 minus 1 by 9, 8 by 9, take a root, v by c is 2 root 2 by 3, or root 8 by 3, simply root 8 by 3. We can find root 8 very easily. That is v root 8 by 3c. Root 8 by 3 you calculate. It is 942. So v is equal to 0.942c. c എഴുതി കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ് വേണ്ട കേട്ടോ. c is 3 into 10 raised to 8 meter per second. അടുത്ത ചോദ്യം, next question. At what velocity the electron moves? Electron mass becomes proton rest mass. At what velocity the electron rest mass becomes proton rest mass. ഏത് സ്പീഡിലാണ് ഇലക്ട്രോണിൻ്റെ മാസ്, റെസ്റ്റ് മാസ് അല്ല, ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോൺ റെസ്റ്റ് മാസ് തുല്യമാകുന്നത്? അത് ഇത്രയുള്ള പ്രോട്ടോൺ റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മാസിൻ്റെ 1836 ടൈംസ് ആണ്. പ്രോട്ടോൺ മാസ് റെസ്റ്റ് മാസ് ഇലക്ട്രോൺ റെസ്റ്റ് മാസിൻ്റെ 1836 ടൈംസ് ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമാകും എപ്പോൾ എന്ന് ചോദിച്ചാൽ ഈ ഫൈനൽ മാസ് 1836 m0 എന്നർത്ഥം, 1836 m0 എന്നർത്ഥം. ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ റെസ്റ്റ് മാസ് ആകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അർത്ഥം ഇലക്ട്രോണിൻ്റെ മാസിന് കൂടി 1836 മടങ്ങായെന്ന അർത്ഥം. കാരണം 1836 മടങ്ങാണ് ഇലക്ട്രോൺ മാസിൻ്റെ അത്രയും മടങ്ങാണ് പ്രോട്ടോൺ മാസ്. At what velocity the electron mass becomes proton rest mass? m is m0 by root of 1 minus v square by c square. m is proton rest mass 1836 m0. m0 is electron rest mass. Putting the value in the above equation, 1836 m0 is m0 by root of 1 minus v square by c square. You cross multiply, root of 1 minus v square by c square is 1 by 1836. 1 minus v square by c square is 1 by 1836 square equal to 2.96 into 10 raised to minus 7. v by c square is, you take 2.96 to LHS. 1 minus 2.96 into 10 raised to minus 7, which is nearly equal to 0.9999. Therefore, take root v by c. Root of 0.9999 is 0.9999 itself. It is nearly 1. Or v is equal, we can write 0.9999c or 1c, simply c. v is equal to c. അതായത് v സിക്ക് തുല്യമായാലേ ഇലക്ട്രോൺ റെസ്റ്റ് മാസ് പ്രോട്ടോൺ റെസ്റ്റ് മാസിന് തുല്യമാകുകയുള്ളൂ. Next problem, calculate the mass of a body when its speed is 0.8 times the speed of light. Calculate the mass of a body when its speed is 0.8 times, 0.8 times the speed of light.
Assume that the rest mass of the body is to be 1 kilogram. M is m0 by root of 1 minus v square by c square. M0 is 1 kg, v is 0.8 c. We have to find m. Mass while in motion we have to find. M is 1 by root of 1 minus 0.8 c by c whole square. 1 by root of 1 minus 0.64. 1 by root of 0.36 equal to 1 by 0.6 equal to 10 by 6. 5 by 3, that is 5 by 3 is 1.667. M is 1.6667 kilogram. That is all. The 56th lecture is over. Now comes, there are 2 or 3 lectures more. Our next lecture is a derivation of the one of the famous equations, E is mc square. Then related problems, some general problems, and 2 more additional questions. That is space-like and time-like intervals, and also 4 vectors. 4 vectors and space-like, time-like intervals are not given in the syllabus, but you can expect in the examination, because these questions are repeatedly asking questions. So with 3 more classes we finish this paper. Not over 60 classes. So in the next class, our another essay, 2 essay in the question paper you refer, there are 2 important essays at the end of the question number 35. First essay we have seen the relativistic variation of mass with velocity. And next is Einstein's mass energy relation. That is also an important essay. And from relativity itself, you can expect 2 or 3 essays. That is the importance of this chapter. So the remaining we see in the next class. Thank you.